ഹലോ ഗൈസ്. ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ചാൾസ് ബുറോവ്സ്കിയുടെ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നൊരു പുസ്തകമാണ്. ആൻഡ് ഈ പുസ്തകത്തിൽ ചിനാസ്കി എന്ന് പറയുന്ന ഹെൻറി ചിനാസ്കി എന്ന് പറയുന്ന ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. ചാൾസ് ബുറോവ്സ്കി കൂടുതലും പോയംസ് ഒക്കെ ആയിട്ടാണ് അദ്ദേഹം കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. വളരെ കുറച്ച് സ്റ്റോറീസ് പ്രൊഫൗണ്ടായിട്ടുള്ളൊരു ബുക്കാണ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. പോസ്റ്റ് ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിനെ പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വേൾഡ് വ്യൂവിനെ പോലെയാണ് അദ്ദേഹം ബേസ് ചെയ്താണ് ഈ പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു പൊതുബോധം അല്ലെങ്കിൽ ഒരു ഐഡിയ ഓഫ് ലൈഫ് അത് ഈ ബുക്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫിക്ഷണൽ സ്റ്റോറിയാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിൽ നിന്ന് ചില സാമ്യതകളുള്ള പോലെ നമുക്ക് തോന്നുന്നു. ആൻഡ് ഈ ബുക്കിൽ അദ്ദേഹത്തിൻ്റെ അൾട്ടർ ഈഗോ ആയിട്ട് പറയുന്ന ചിനാസ്കി എന്ന് പറയുന്ന കഥാപാത്രം ഒരു മെയിൽ കാരിയറാണ്. അതായത് പോസ്റ്റ്മാനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഈ പുസ്തകത്തിൽ വരുന്നത്. ആൻഡ് ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഒരു റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ജോബ്സ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ബുക്ക് വളരെ റിലേറ്റബിൾ ആയിരിക്കും എന്നാണ് ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ ഗൂഗിൾ അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ആൻഡ് ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്കും അത് തന്നെയാണ് അത് ആ ഒരു മൈൻഡ് സെറ്റോടെ നിങ്ങൾ വേണം ഇത് ആക്ച്വലി ബുക്ക് വായിക്കാൻ. അല്ലെങ്കിൽ നിനക്കത് ഒട്ടും അത് നിങ്ങൾക്ക് കുറച്ച് ബോറടിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഡെയിലി റുട്ടീൻസ്, അതായത് അദ്ദേഹം ജോബ് സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് മെയിൽ കൊടുക്കാൻ പോകുന്ന സമയത്തുണ്ടാകുന്ന കാര്യങ്ങൾ. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഈ കഥയുടെ ട്രീറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കാഷ്വലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ ഇവൻസും അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഒരു ബോറിംഗ് സ്റ്റൈലിലാണ്. ഇതൊന്നും വലിയൊരു കാര്യമായ കാര്യങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ നടക്കുന്നൊന്നും തന്നെ എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഒരു സ്ഥലത്ത് പോലും അദ്ദേഹം ഇങ്ങനൊരു അദ്ദേഹത്തിൻ്റെ ചിനാസ്കി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കല്യാണമാവട്ടെ, അദ്ദേഹത്തിൻ്റെ ഡിവോഴ്സ്, ഇതെല്ലാം ബുക്കിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് വളരെ കാഷ്വലായിട്ടുള്ള ഇവൻറ്റ്സ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് പൊതുവെ ചാൾസ് ബുറോവ്സ്കിയുടെ കഥാപാത്രങ്ങളെ പറ്റി പറയുന്ന അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാം വളരെ മിസോജിനിസ്റ്റിക് ആണെന്ന് പറയുന്നുണ്ട്. ബട്ട് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വളരെ